ചെയ്യാൻ പോകുന്നത്, ഇന്ന് ക്രിസ്മസ് അല്ലേ. ഇപ്പം ക്രിസ്മസിൻ്റെ ഞാനൊരു വ്ളോഗ് എൻഡ് ചെയ്തതേ ഉള്ളൂ. ഇപ്പം ഇന്ന് രാത്രി ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ഞാനാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത്. അപ്പം പ്രോൺസ് ബിരിയാണി എന്ന് പറയുമ്പോഴേ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. ഞാൻ പേളി മാണി ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. സോ കംപ്ലീറ്റ്ലി അവരുടെ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇവിടുത്തെ ഞാൻ ചുരണ്ടി എടുത്ത റെസിപ്പീസിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചുരണ്ടി എടുത്തത്. അപ്പോൾ ഇത്രയും കൊഞ്ച് നമുക്കുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എത്രമാത്രം നല്ലയാവുമെന്ന്. എന്തായാലും നമുക്ക് ശ്രമിക്കാം ഗൈസ്. ഞാൻ അറഞ്ചം പുറഞ്ചം ശ്രമിക്കും നല്ല അടിപൊളിയാക്കാനായിട്ട്. ഓക്കെ, ഇത് ഫ്ലോപ്പായാൽ ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലോപ്പായാലും ഇല്ലെങ്കിലും ഇടാം. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒത്തൻറ്റിക് ഫ്രഷ് പേഴ്സണാണ് ഗൈസ്. കള്ളത്തരം കാണിക്കില്ല. അപ്പം ഞാൻ ഉറപ്പായിട്ടും ഇടാം. ഓക്കെ, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം. ഓക്കെ, ഈ പറയുന്ന പുതിനയില്ല നീയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ പ്രോൺസ് ഒക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള മസാല ഇടാം. ഓക്കെ, ഞാൻ തന്നെയാണ് വ്ളോഗും എടുക്കുന്നതും എന്താ പറയുക ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതും. മൾട്ടി ടാസ്കിങ് ആണ് ഗൈസ്. നമുക്ക് കുറച്ച് മുളക് പൊടി, ഇത്രയും മതിയാകും. then കുറച്ച് പെപ്പർ പൗഡർ കുറച്ചിട്ടാൽ മതി. കൂടുതൽ ആണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ റൈസിന് വലുതായിട്ട് എരിവ് ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടർമറിക് പൗഡർ. ഇത്രയും വേണ്ട, ഞാൻ കഴിച്ച് 3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യൂ നല്ല പോലെ മിക്സ് ചെയ്യൂ. കണ്ടോ ഗൈസ്, മൾട്ടി ടാസ്കിങ് കിങ്ങിണി. ദിസ് ഈസ് കുഞ്ഞടാ, ദിസ് ഈസ് prawns. നമുക്കപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അയ്യോ ഗൈസ്, ഒരു സാധനം ഇടാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, ഉപ്പ്. I forgot to put let's put some ഉപ്പ്. ഇത്രയും ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് തീർത്തൊക്കെ ഇങ്ങനെ തടവി നല്ല സുണ്ടറ കുട്ടപ്പനാക്കണം ഇതിനെ. ഓക്കെ, ഇത് നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു കൊഞ്ച് ഓരോന്നോരോന്നായിട്ട് പറക്കിയിടാം. ഗൈസ് സ്റ്റൈലിനാണ് സ്പൂണൊക്കെ എടുത്തത്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ പറക്കിയിടും. അപ്പം ഈ ഒരു പാൻ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ ഒരുപാട് കൊഞ്ചുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ നമ്മൾ മറ്റേ ചീനച്ചട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഗൈസ്. നമ്മുടെ കൊഞ്ച് ഇതാ നല്ലപോലെ ഫ്രൈ ആവുകയാണ്. ഗൈസ് ഞാൻ വിചാരിച്ചു ഇവിടെ നെയ്യ് ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ റിച്ച് ആണ് ഗൈസ്, നമുക്ക് നെയ്യുമുണ്ട്. ബാലൻ്റെ സിനിമ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റിച്ച് ആയതുകൊണ്ട് നമുക്ക് നെയ്യുണ്ട്. നമുക്ക് ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലില്ലാത്ത സാധനം അതിൽ തൈര് ഇടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പേളി മാണിയുടെ ആ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അയ്യോ, അതിലിടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കയ്യിൽ തൈരുണ്ടെങ്കിൽ ഞാൻ തൈരിടാം. പിന്നെ നെയ്യുണ്ട്. പുതിനയില നമ്മുടെ കയ്യിലില്ല ഗൈസ്. അതും മറ്റേ സ്റ്റാർ ക്ലൗ അതുപോലത്തെ സംഭവമില്ല, അതും ഇല്ല നമ്മുടെ കയ്യിൽ. എനിക്കല്ലെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല. അപ്പം നമുക്ക് തട്ടിക്കൂട്ട് പേളി മാണി ഇൻസ്പയർഡ് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, വർക്കൗട്ട് ആവുന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പം നമ്മുടെ പ്രോൺസ് ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. ഓക്കെ, ഞാൻ ബാക്കി കാണിച്ചത് ഇപ്പോഴേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെസിപ്പി പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് അറിയാം ഞാൻ വല്ല സംഭവമൊന്നും അല്ല. എന്നാലും കുറച്ച് എൻ്റെ മാജിക്കും കൂടെ ഉണ്ട്. എൻ്റെ കൈപുണ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഗൈസ് നമ്മുടെ കൊഞ്ച് ഇവിടെ മൊരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഇനി ഇതിൻ്റെ അകത്തോട് വാരിയണം. ഇതൊന്നും അരിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ അരിയാൻ പോകുന്നതേ ഉള്ളൂ.
ഓരോന്നായിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കേഴ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. ഓക്കെ, മതി. കാരണം ഇതിൽ ഓൾറെഡി കുറച്ച് ഓയിലുണ്ട്. അപ്പം ഇനി ഇത്രയും കൂടെ ഉള്ളിയുണ്ട്, നമുക്ക് ഇതും കൂടെ ഇടാം. നേരത്തെ കഴിച്ച എല്ലാം ഈ പച്ചമുളകും ടൊമാറ്റോ എല്ലാം കൂടെ മിക്സ് ആയി കിടന്നു. അപ്പം ഞാനത് മാറ്റാനാണ് പോയത്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് റോസ്റ്റ് പോലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയും ഉപ്പാണ് കഴിച്ച് ഞാനിരുന്നത്. എനിക്കിങ്ങനെ കണക്കൊന്നുമില്ല, വായി തോന്നിയതും കയ്യിൽ തോന്നിയതും ഒക്കെ എടുത്തിടും. അപ്പം പ്രോൺസ് ഇവിടെ ആകുന്നുണ്ട് എൻ്റെ കൂടെ ഇല്ല. എന്നെയും കാണിക്കുക, ഷെഫിനെ എല്ലാവരും കാണട്ടെ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പേസ്റ്റ് അല്ല, സോറി, ചതച്ചതാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. നല്ലപോലെ വെന്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ. ചിലവർ ടൊമാറ്റോ പ്യൂരി ഇടും, പക്ഷേ എനിക്കിനി മിക്സിയിലൊന്നും അടിക്കാൻ വയ്യ. പ്യൂരി ആണ് നല്ലത്, പക്ഷേ ഇത് നല്ലപോലെ നമ്മൾ എന്താ മിക്സൊക്കെ ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു തക്കാളി കൂടാണോ? തക്കാളി അങ്ങനെ ഒരു പാട്ടുണ്ട് ശരിക്കും. അപ്പം ഇതിനി നല്ല പോലെ ഇരുന്നൊന്ന് ചെറുതായിട്ട് വേവട്ടെ കഴിയും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കും. അവിടെ ഇരുന്ന് കുറച്ച് നേരം വേഗട്ടെ. ഇവിടെ കൊഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും മിക്കവർക്കും. കൊഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലെ കഴിക്കാനായിട്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പം ആ സമയത്ത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അവസാനം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊന്നും കാണില്ല. ഞാനും അതിൽ ഉൾപ്പെടും. പക്ഷെ ഇവളാണ് ഈ ലോകക്കളി. ഇവളാണ് എല്ലാ സാധനങ്ങളും ഈ വീട്ടിലുള്ളത് കഴിച്ചു തീർക്കണം. എനിക്കൊന്നും തരൂല. ഞാൻ അത് നിഷ്കളങ്കയായ പാവാണ്. അതാണ് എനിക്ക് അസ്ഥിക്കോല് പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ തടിച്ചു പെരുവിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ നിന്ന് അത് വേവട്ടെ. മാമി നമ്മൾ ഇതിലോട്ട് കുറച്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ കഴിയും. പച്ചമുളക് ഇടാം. ഞാൻ വലിയ പച്ചമുളക് ഫാനല്ല. അതേപോലെ നമ്മൾ ചുമ്മാ ഒരു ഫാൻസിലാണല്ലോ ഇടുന്ന ഇതൊക്കെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പക്ഷെ നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടാ, കളറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഗൈസ്, എൻ്റെ ഉള്ളിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. പക്ഷെ എനിക്ക് അതൊന്നും കറക്റ്റായിട്ട് ഇടാൻ അറിഞ്ഞുകൂടാത്ത പണിക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമ്മൾ ഇത് ഇടാൻ പോകുന്നത് എന്താണ്? ഇനി കുറച്ച് മല്ലിയിലയാണ് ഗൈസ് ഇടാൻ പോകുന്നത്. മല്ലിയില ഇട്ടു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആ വ്ളോഗിൽ കണ്ടത്. അതിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു. നമ്മൾ മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, എല്ലാം പാക്കറ്റിലാണ് കേട്ടോ. ഇനി ഇത് മല്ലിപ്പൊടി കുറച്ച് ഇത്ര ഇട്ടു. നമുക്ക് നമ്മുടെ മസാല നല്ലപോലെ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. കാരണം ഈ ഉള്ളിക്ക് ഭയങ്കര വേവാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ലപോലെ വെന്ത് വരുന്നില്ല. സോ നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതിനെ ഷെഫ്സ് ഇങ്ങനെയൊക്കെ ചെയ്യും. തലവണ്ട മാറി മിനിറ്റ്സ് അത് അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അരിയാണ് ഈ അരി എന്തരിയാണെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ റേഷൻ കടയിലാണ് ഗൈസ് പോയത്. റേഷൻ കടയില്ലേ, പിന്നെ പലചരക്ക് കട അല്ലേ, അങ്ങനത്തെ ഒരു കടയിൽ പോയിട്ടാണ് നമ്മത് വാങ്ങിച്ചത്. അപ്പം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചെറിയ അരി തരാൻ പറഞ്ഞപ്പോൾ ഇത് തന്നു. നമ്മൾ നമ്മുടെ അരി ഇടാനായിട്ട് പോവാണ്. നീ എന്നെ ഇതിൽ നിന്നും എല്ലാ ഫ്രെയിമും കിട്ടണം. ഇവള് പ്രൊഫഷണൽ അല്ല ഗൈസ്, ഇവള് കറക്റ്റ് ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ നമുക്ക് ഈ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി എങ്ങനെ എടുത്തിടൂ? ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇവര് അതിനടുത്ത് തിന്നാ മതി. നമുക്ക് ഇന്ന് തൽക്കാലം രാത്രി കഴിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ അരി ഇട്ടിട്ട് മസാലയും വെച്ച് നല്ലപോലെ. എനിക്ക് ഈ അരി വരുമ്പോഴാണ് ഗൈസ് പ്രശ്നം. എൻ്റെ കണക്ക് കൂട്ടാൽ എല്ലാം
പോകുന്നത് ഈ അരിയുടെ ഭാഗത്താണ്. ബാക്കിലോട്ട് നിന്നിട്ട് നീ എന്താ എന്റെ അണ്ണാക്കി കയറി കയറണേ എന്തിന്? ഇല്ലേ കണ്ടോ ഗൈസ്, നിന്റെ അടുത്ത് തിന്നാ മതിയെന്ന് പറഞ്ഞ ഉണ്ടാതിരി കൾച്ചർലെസ്. നമുക്കിത് നല്ലപോലെ ഒന്ന് എന്തുവാണ് മിക്സ്. ഉള്ളി അരിഞ്ഞ വണ്ണം കൂടിപ്പോയി. എന്തിന്റെ ഉള്ളി അരിഞ്ഞ ഉള്ളി കരി. നീ വന്ന് വണ്ണം കുറയ്ക്കും, ഇത്രയൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇതൊക്കെ നല്ലപോലെ ആക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മല്ലിയില ഇങ്ങനെ നേരത്തെ ഇട്ട് വേവിക്കണം കേട്ടോ. സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. ഇതിലോട്ട് നമുക്കൊരു കുറച്ച് കൊഞ്ചിട്ട് കൊടുക്കാം. ഒന്ന് അത് വെന്തിട്ടല്ലേ ഇടണാ? അല്ല, അതിന് മുന്നേ ഇട്ടാൽ ചോറിന്റെ കൂടെ ഇട്ടാൽ ചോറിന്റെ ഒരു ടേസ്റ്റ് ഇടും. ഇതിങ്ങനെയാണ് പാളിച്ചേച്ചി ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിയാണ് കേട്ടോ, ടേസ്റ്റ് കിട്ടണം. പോയിന്റ് അതെല്ലാം എടുത്തിട്. എല്ലാം ഇടൂല. ഇല്ല എല്ലാം ഇട്. പാളിച്ചേച്ചിയുടെ വീഡിയോയിൽ ഒരുപാട് കൊഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന് എത്ര കൊഞ്ച് ഓരോരുത്തർക്ക് കിട്ടും തരും. എന്തോന്ന് അടപ്പി കയറ്റാൻ മതി. നമുക്ക് മതി കൈ മാറ്റാൻ കിടന്നു. വെള്ളത്തിന്റെ അളവൊന്നും എന്നോട് ചോദിക്കല്ലേ. അത് വേവണം, നല്ല വേവണം. ഊഹം വെച്ചിട്ടുള്ള ഒരു കൈറ്റം. പക്ഷെ നല്ല ഫ്രൈന്റെ മസാല കൊള്ളാം കേട്ടോ. ഇതിന്ന് വന്ന് എടുത്ത് തിന്നുകയാണ്. നമുക്കിപ്പം ഇതിന്റെ കണക്കൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ കുറച്ച് വെള്ളം അത് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു എനിക്ക് തൃപ്തിയാവുന്ന രീതിക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് ഇത് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ വെന്തിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഇത് അടിയിൽ വലുതായിട്ട് വെന്തിട്ടില്ല. നമുക്ക് ഇപ്പം തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തന്നെ ഒന്ന് വേവിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. നീ എന്നെ എടുക്കുക, നീ ബോധമില്ലാത്ത സാധനം. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇതൊക്കെ കാണിക്കണം. ഈ ഒരു കൊഞ്ചിട്ടു, ഇതിലൊരു എണ്ണയുണ്ട്. അതിന്റെ ടേസ്റ്റ് ഭയങ്കര അപാരമായിരുന്നു. ഇവളാണ് ആ എണ്ണ ഫുള്ള് കുടിച്ചത്. ഇനി നെയ്യാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഭയങ്കര ക്ഷീണിച്ച് നിൽക്കുവാണ് ഗൈസ്, കാരണം ഒന്നും കഴിച്ചില്ല. മണി 11 മണി എന്തോ ആവാറായി രാത്രി. കണ്ടോ ഗൈസ്, ബട്ടർ പോലെ വലിച്ചു കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ബാക്കി വേവിച്ചിട്ട് ഇളക്കി കഴിക്കാൻ നേരം കഴിക്കാം ഗൈസ്. നമ്മുടെ നല്ല ചൂട് ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലോപ്പ് ആയില്ല ഗൈസ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കിയിട്ടാണെങ്കിലും കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ വെള്ളത്തിൻ്റെ അളവ് എന്താ പറഞ്ഞാൽ എനിക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അതിലാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഇന്ന രീതിക്ക് ഇടാൻ അറിയത്തില്ല. നമുക്ക് ഈ ചൂട് ബിരിയാണി ഇങ്ങോട്ട് കോരിയിടാം. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കണ? എന്തിനെന്ന് പറ. എനിക്കൊരു കൊഞ്ചും കൂടെ വേണം. 40 കൊഞ്ചുണ്ട്. ശരി താ. എനിക്കിത് വേണ്ട. എന്നാ നിങ്ങത്താ ഇത് മതി, എനിക്കിത് മതി. ഓ ശരി, പോ എടുത്തോണ്ട് പോ. ഇനിയില്ല, പൊക്കോ. നിന്റെ കോട്ട കഴിഞ്ഞ് നമുക്ക് നല്ല ചൂട് ബിരിയാണി കോരാം. കുറച്ച് പീസൊക്കെ ഉള്ളതായിട്ട് ഏകദേശം 40 കൊഞ്ചെന്തോ ഉണ്ട് നമ്മൾ എണ്ണിയപ്പോൾ. ഓക്കെ, നല്ല വിശപ്പുണ്ട് ഗൈസ്, എന്താ ചെയ്യാനാ. ഓക്കെ, രണ്ട് കൊഞ്ചും കൂടെ എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ റൈസൊക്കെ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പപ്പടം എടുത്തിട്ട് നമ്മുടെ ചോറുമായിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു പീസ് കൊഞ്ചും വെച്ചിട്ട് ഒന്ന് കഴിക്കാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അടിപൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഡി എങ്ങനെയുണ്ട്? എടി പറയടി പൊട്ടി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പോയി കഴിച്ചിട്ട് വരും. ഓക്കെ, എങ്ങനെയുണ്ട് എടി? കൊള്ളാം ഗൈസ്. അപ്പോൾ അവൾ എൻജോയ് ചെയ്യുകയാണ്. കൊള്ളാം. അപ്പോൾ ഗൈസ്, ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ 2 പ്ലേറ്റാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത്
അത് രണ്ടാമതും വീണ്ടും ഒരു പ്ലേറ്റ് എടുത്തു. പക്ഷെ അത് പകുതി കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ പറയാലോ ഗൈസ്, നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യും. പേളി ചേച്ചിയുടെ റെസിപ്പി അടിപൊളിയാണ്. ഇനി പുതിന ഇല മാത്രമാണെന്ന് തോന്നുന്നു ഞാൻ ഇടാതിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ടൊമാറ്റോ പ്യൂരി ആയിട്ടെല്ലാം ഒഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് പിന്നെ മടി കാരണം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്ന് പറയാം. കാരണം നോർമലി ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ റൈസിൽ ആ ഒരു ഫ്ലേവർ കിട്ടാറില്ല. എപ്പോഴും ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുമാതിരി ചോറ് വിട്ട് നിൽക്കും, കറി വിട്ട് നിൽക്കും. ജസ്റ്റ് ഒരു ചോറിൽ ഇങ്ങനെ കറി ജസ്റ്റ് മിക്സ് അടിച്ച പോലെ തോന്നും. പക്ഷേ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ആ ഫ്ലേവറും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുണ്ട്, ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ, കൊഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്യും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ എനിക്കിതിൽ മെയിനായിട്ട് എന്താ പറയുക, എടുത്ത് പറയാനുള്ള കാര്യം, നോർമലി നമ്മളിത് മല്ലിയിലേക്ക് ഇടുന്ന അവസാനമല്ലേ, ഇവിടെ നോർമലി അങ്ങനെയാണ് ഇടാറ്. പക്ഷേ ഇത് നമ്മൾ അതിന് മുന്നേ എടുത്തിട്ടിട്ട് പിന്നെയാണ് നമ്മൾ ചോറിട്ട് നമ്മൾ അതിട്ട് കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഭയങ്കര ഒരു മല്ലിയിലയുടെ ഫ്ലേവറും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ സാലഡും അച്ചാറും അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഓക്കെ, എൻ്റെ റെസിപ്പി അല്ല, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് കേസ് പറയുന്നത്, എൻ്റെ മുഖം കണ്ടറിയാലോ. രാവിലെ തൊട്ട് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 11:30 മണി തൊട്ട് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴാണ് ഞാൻ വ്ളോഗിങ്. ഇപ്പം രാത്രി 12 മണി ആവാറായി, ക്രിസ്മസ് ആവാറായി. അപ്പം അയ്യോ ക്രിസ്മസ് ആയി. സോ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു മൈ ഫാമിലി, മൈ യൂട്യൂബ് ഫാമിലി. അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, അറ്റ്ലീസ്റ്റ് 121 സബ്സ്ക്രൈബേഴ്സ് ആയത്. അടുത്ത ക്രിസ്മസിന് നമുക്കിതിനെ ഡബിൾ ആക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്ക്. ഓക്കെ, ഞാൻ നാളെ എന്തെങ്കിലുമൊക്കെ പുതിയ കോണ്ടൻസ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ബൈ ഗൈസ്.